വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ആരാണ്? ദൈവം അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. എല്ലാവരും സൃഷ്ടിച്ച ദൈവം, ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച ദൈവം. അതുകൊണ്ട് സകല ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരത്തെ ദൈവം തമ്പുരാൻ പിടിച്ചിട്ടുണ്ട്. ആ കരത്തെ പിടിച്ച് നമ്മളെ പുറകെ പിടിച്ച് യാത്ര ചെയ്ത് നോക്കി കർത്താവിൻ്റെ സന്തോഷത്തെ കൃപകളാൽ കരുണകളാൽ എല്ലാം കർത്താവ് വെച്ച് നമ്മളെ നിറയ്ക്കുന്നതായിരിക്കും. ആത്മീയ സന്തോഷം, ദൈവിക തേജസ്സിനെ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. ദൈവം നിന്നെ കൈവിടുകില്ല, ദൈവം നിന്നെ കാണാതിരിക്കില്ല, ദൈവം കണ്ണു നീ മറികടന്നു പോകുകില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മടിക്കുകയില്ല. നീ ദൈവത്തോട് നിലവിളിച്ചാൽ, നീ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നാൽ ദൈവം താഴേക്ക് ഇറങ്ങി വരും, വന്നു നിന്നോട് ചേർന്നു നിൽക്കും. ചെവി ചായ്ച്ച് നമ്മളുടെ പ്രയാസങ്ങൾ കേൾക്കുവാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ്. നമ്മളെ കാണുവാൻ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ അതായത് എൽക്കാന, ഹന്ന ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവരെന്ത് ചെയ്തു? അപ്പോൾ ഹന്നായ്ക്ക് ഭയങ്കര സങ്കടം. പിന്നീനായ്ക്ക് പിള്ളേരൊക്കെ ഉണ്ടായി, ഹന്നായ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പോൾ ഹന്നായ്ക്ക് ഭയങ്കര സങ്കടം. ഹന്ന എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനസ്സിലും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. ആ കുഞ്ഞിന് അവൾ എന്താ പേരിട്ടത്? ശമൂവേൽ എന്ന് പേരിട്ട് ആ കുഞ്ഞിനെ ആത്മീയമായ തീഷ്ണതയിൽ കൂടെ അതിനെ നല്ല രീതിയിൽ വളർത്തുവാനായിട്ട് ഹന്നായ്ക്ക് സാധിച്ചു. ശമൂവേലിനെ ദൈവം ഉയർത്തുകയാണ് ചെയ്യുന്നത്. ദൈവവിളി ഉണ്ടായ ആളാണ് ശമൂവേൽ. അപ്പം ശമൂവേലിനെ ദൈവം തമ്പുരാൻ കടാക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അബ്രഹാം, സാറ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരുടെ ചെറുപ്പകാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി. പ്രായാധിക്യത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ലഭിച്ചു. അപ്പോൾ ഇസഹാക്കിനെ ലഭിച്ചു. ഇസഹാക്കിൻ്റെ മക്കളാണ് യാക്കോബും ഏശാവും. ഈ യാക്കോബിന് 12 ആൺമക്കളെയും ഒരു മോളെയും, അങ്ങനെ 13 മക്കളെ കൊടുത്ത് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. 12 ആൺമക്കളും 12 ഗോത്രപിതാക്കന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ നിറവേറുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടോ അത് ദൈവത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളതിന്മേൽ വിടുതലെടുത്ത് ജീവിക്കുക. ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ നമ്മളെ നിറയ്ക്കണം. ദൈവം ആരാണ്? അപ്പം ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പനും അമ്മയും അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മറിയയും യോസേഫും. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? അത് പരിശുദ്ധാത്മാവിനാലായിരുന്നു യേശു ക്രിസ്തു ജനിച്ചത്. അപ്പം യേശു ക്രിസ്തു ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടുമെന്നാണ് നമ്മൾ ആ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉത്വാത്മാ പൊന്ന് നൂര് കുന്തിരിക്കും. ഇതാണ് യേശു കുഞ്ഞിന് കാഴ്ചവെച്ചത്. കാലിത്തൊഴുത്തിൽ പിറന്ന ബെത്ലഹേമിൻ്റെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു കുഞ്ഞിന് വിദ്വാൻമാരെന്ന പൊന്ന് മൂര് കുന്തിരി വിലയേറിയ കാര്യങ്ങളാണ് അതിന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ മോശയെ ദൈവം വിടുവിച്ചു. അങ്ങനെ യോശുവയെ എന്ത് ഉയർത്തി എന്നറിയാമോ ദൈവം തമ്പുരാന്? അതുപോലെ നോഹ, ഹാനോക്ക് ഇവരെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ
വയസ്സ് ചെന്ന ആളായി ജീവിച്ചാലും മെതുശലക്ക്. അപ്പം വാർദ്ധക്യത്തിലുള്ളതും ഒരു അവർ ഒരു നരച്ച മുടി ശോഭയുള്ള കിരീടം എന്ന് പറയുന്ന പോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന പിതാക്കന്മാർ മാതാക്കൾ അവർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പം ആയുസ് നീട്ടിക്കിട്ടുന്നവരാ. അയ്യോ, ദൈവത്തിൻ്റെ കൃപയാണ്. ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും നിലനിർത്തുന്ന ആ വൻ കൃപകൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളുടെ ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ചേത്തോടെ നടത്തട്ടെ. നിങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ചേത്തോടെ നടത്തും. ആയിരിക്കുന്നിടത്തെല്ലാം കൃപ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവ് കൃപ ചെയ്യും. നിങ്ങളെല്ലാവരും മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും ആരെയും അറിയത്തില്ലെങ്കിലും മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും ദൈവമേ അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്നിടത്ത് കൃപ ഇറങ്ങണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.